ഹായ്, ആം റാണി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലെസൺ ഓഫ് ലൈഫ്. അപ്പോൾ ഇന്നത്തെ ലെസണിൽ നമ്മൾ പഠിക്കുന്നത് സബ്ജക്റ്റ് വെർബ് കോൺകോർഡ്. അതിൻ്റെ വളരെ ബേസിക് ഒരു റൂളാണ് പഠിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാര്യം പ്രസൻറ്റ് ടെൻസിൽ എഴുതുമ്പോഴോ, ലൈക്ക് പാരഗ്രാഫ് റൈറ്റിംഗ് അല്ലെങ്കിൽ എസ്സേ റൈറ്റിംഗ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതുമ്പോഴും അല്ലെ കോംപ്രിഹെൻഷൻ പാസേജ് ചെയ്യുമ്പോഴും അങ്ങനെ പല പല കാര്യങ്ങൾക്കിത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എന്നാൽ ഇതിൽ വളരെ ബേസിക് മിസ്റ്റേക്ക് 10ാം ക്ലാസ്സിലെ കുട്ടികൾ വരെ ഇതിനകത്ത് വരുത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു റൂൾസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബേസിക് ഒരു കോൺസെപ്റ്റ് അവർ ക്ലിയറായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ CBSE 10th ബോർഡ് എക്സാമിന് ഒരു 2-3 ക്വസ്റ്റ്യൻസ് എങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ICSEക്ക് ഒരു 7-8 ക്ലാസ്സുകളിൽ സ്പെസിഫിക് ആയിട്ട് ഇതിൻ്റെ ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഇത് ശരിക്കും അതിൻ്റെ അതായത് ഈ സബ്ജക്റ്റ് വെർബ് കോൺകോർഡ് അല്ലെങ്കിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നതിൻ്റെ ബേസിക്കിൽ എങ്ങനെയാണ് മിസ്റ്റേക്ക് വരുത്താതെ നമുക്ക് വളരെ കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പലർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നത് നമ്മൾ ഈ പ്ലൂറൽ ആക്കുമ്പോൾ, അതായത് വെർബ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആകും, സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പം വെർബും പ്ലൂറൽ ആകണം എന്നാണ്. അപ്പോൾ പലരും ഇതിനകത്ത് ഈ കാര്യം മനസ്സിലാക്കി വെക്കുന്നത് നമ്മൾ പ്ലൂറൽ ആക്കുമ്പോഴല്ലേ എസ് ചേർക്കുന്നത് എന്നുള്ള ഒരു ഇത് വരാറ്. അത് നൗണാണ് അല്ലേ? നൗണിനെയാണ് നമ്മൾ സിംഗുലർ അല്ലെങ്കിൽ പ്ലൂറൽ ആക്കുമ്പോഴത്തേക്ക് നൗൺസിലാണ് നമ്മൾ എസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പ്ലൂറലാക്കാൻ. ഫോർ എക്സാമ്പിൾ നമ്മൾ ടേബിൾ, ടേബിൾസ്, ക്യാറ്റ്, ക്യാറ്റ്സ്, പെൻ, പെൻസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, പക്ഷേ ഇത് നമ്മൾ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പം വെർബ് സിംഗുലർ ആകണം, സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പം വെർബും പ്ലൂറൽ ആകണം എന്ന് പറയുന്നത് വെർബ്സിനെ കുറിച്ചാണ്. അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് ആക്ഷൻ വേർഡ്സ് അല്ലെങ്കിൽ ഒരു ഡൂയിങ് വേർഡ്സ് ആണ്. വെർബ് നമ്മുടെ ആക്ഷൻസിനെ എങ്ങനെയാണ് സിംഗുലർ ആക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതിനകത്ത് മിക്കവർക്കും അറിയാവുന്നത് എസ് ചേർത്ത് കൊടുത്താൽ മതി. മാക്സിമം ESും കൂടെ അറിയാം അല്ലേ? അതുകൊണ്ട് എല്ലാത്തിലും ES ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിസ്റ്റേക്ക് വരുത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ടോപ്പിക്കിൻ്റെ കംപ്ലീറ്റ് കാര്യം നമ്മൾ പഠിക്കുന്നതെന്ന് അടുത്ത ലെസണിൽ. അപ്പോൾ നമുക്കതെങ്ങനെയാണ് പഠിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് വെർബ് കോൺകോർഡ് അല്ലെങ്കിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൻ്റെ ഫസ്റ്റ് റൂളിലാണ്. അതായത് കൂടുതലും വെർബ്സ്, മോസ്റ്റ് ഓഫ് ദ വെർബ്സ് ടേക്ക് ആൻഡ് എസ് വിത്ത് ദം. അതായത് വെർബ്സിൻ്റെ കൂടെ നമ്മൾ എസ് ചേർത്ത് കൊടുത്താൽ അത് സിംഗുലർ ഫോമിലേക്കാവും. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ നമ്മൾ എസ് ചേർത്ത് കൊടുക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ റീഡ്, റൈറ്റ്, ദെൻ വോക്ക്, വർക്ക്, ഈറ്റ്, ഡ്രിങ്ക്, ലൈക്ക്, കം, ദെൻ വേവ്. ഇതിനെല്ലാം തന്നെ നമ്മൾ സബ്ജക്റ്റ് ഒരാളാണോ സിംഗുലറാണോ ആക്ഷൻ ചെയ്യുന്നയാൾ സിംഗുലർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെല്ലാം തന്നെ എസ് ചേർത്ത് കൊടുത്താൽ മതി. അതായത് നമ്മൾ പറയുന്ന റൂൾ അനുസരിച്ച് നോക്കുമ്പോൾ അതിലൊന്നും പെടാതെയുള്ള എല്ലാ വാക്കുകളും എല്ലാ വെർബ്സിനും നമുക്ക് ഷീ റീഡ്സ് അല്ലെങ്കിൽ ഹീ റൈറ്റ്സ് അല്ലേ, രാജു വാക്സ് ഓർ ഹി വർക്ക്സ് ഓർ ഷീ സ്ലീപ്സ്, ദെൻ Mohan eats or Sam drinks, Maria comes, he waves. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാം തന്നെ സബ്ജക്റ്റ് സിംഗുലർ ആണോ നമ്മൾ ഇങ്ങനത്തെ മോസ്റ്റ് ഓഫ് ദ വെർബ്സ് നമ്മൾ എസ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഓക്കെ, എന്നാൽ ഇനി വരുന്ന കുറച്ച് റൂളുകളാണ് നമുക്ക് പലപ്പോഴും സംശയം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതൊന്നും ഓക്കെ. അപ്പോൾ നോക്കൂ, ഇതാണ് നമ്മുടെ സെക്കൻഡ് റൂള്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വെർബ്സ് SS, CH, SH, X, C ആൻഡ് O ഇതിലൊക്കെ അവസാനിക്കുന്ന വെർബ്സ് ആണെങ്കിൽ നമ്മൾ സിംഗുലർ സബ്ജക്റ്റ്, അതായത് ആക്ഷൻ ചെയ്യുന്ന ആൾ ഒരാളായിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം?
നമ്മൾ ആഡ് ES. പിന്നെ നമ്മൾ സിംഗുലർ ആക്കാൻ ചെയ്ത് കൊടുക്കേണ്ടത് ES ടു മേക്ക് ദ വെർബ് സിംഗുലർ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാമല്ലോ. പാസ് എസ്എസിലാണ് എൻഡ് ചെയ്യുന്നത്. സോ നമ്മൾ ES ചേർത്തു. മിസ്സസ്, കിസ്സസ്. ഇനി വാച്ച് CH. അപ്പം ഹി വാച്ചസ് എ മൂവി. ഷീ ടീച്ചേഴ്സ് ഇംഗ്ലീഷ് ES. Matches. Okay, washes, she washes. He polishes, pushes. Fix, fixes. Relax, relaxes. Mixes. അപ്പോൾ ആക്ഷൻ ചെയ്യുന്ന ഒരാൾ സിംഗുലറായിട്ട് വരുന്ന സമയത്ത് നമ്മൾ വേർബ്സ് SS, CH, SH, X, C ആൻഡ് O ഇതിൽ എൻഡ് ചെയ്യാണ് നമ്മൾ ES ആണ് ചേർത്ത് കൊടുക്കുന്നത്. അവിടെ നമ്മൾ S ചേർത്ത് കൊടുത്താൽ അത് തെറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് പൂർണ്ണമായും നമ്മൾ അറിഞ്ഞിരിക്കുക ഏതിലൊക്കെയാണ് SS, CH, SH, X, G ആൻഡ് O ഇതിൽ അവസാനിക്കുന്ന വെർബ്സിനോടുകൂടി ആ വെർബിനെ സിംഗുലർ ആക്കാൻ നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കണം? ES. ഓക്കെ, അപ്പോൾ ഇത് Gയിലും Oയിലും അവസാനിക്കുന്ന വെർബ്സാണ്. സോ നമ്മൾ പഠിച്ചതനുസരിച്ച് ES ആണ് വെർബ് ചേരുന്നത് അല്ലേ, അതിനോടൊപ്പം ചേരുന്നത്. ഓക്കെ, പസ്, പസസ്, ഫെസ്, ഫെസസ്, വെസ്, ഫെസസ്. ഗോ, ഗോസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചേരുമ്പോൾ തന്നെ സബ്ജക്റ്റ് സിംഗുലർ ആണ് നമ്മളിങ്ങനെ വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് അടുത്ത റൂളിലേക്ക് പോവാം. അപ്പോൾ അടുത്ത റൂളെന്ന് പറയുന്നത് ഇപ്പം ചില വെർബ്സ് വൈയിൽ എൻഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ വൈയിൽ എൻഡ് ചെയ്യുന്ന സമയത്ത് രണ്ട് രീതിയിലാണ്, 2 ടൈപ്സ്. അപ്പം വൈക്ക് മുമ്പ് ഒരു കോൺസണൻറ്റ് ലെറ്റർ വരാം. അപ്പം എന്താ കോൺസണൻറ്റ് ലെറ്റർ? AU വവൽസ് അല്ലാത്തുള്ള എല്ലാ ലെറ്റേഴ്സും നമ്മൾ കോൺസണൻറ്റ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. വവൽസ് എന്ന് പറഞ്ഞാൽ AEIOU അല്ലേ, അങ്ങനെ വരുന്ന ലെറ്റേഴ്സ് അല്ല. ഓക്കെ, അപ്പോൾ ഈ വൈക്ക് മുമ്പ് ഒരു കോൺസണൻറ്റ് ലെറ്റർ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കണം? ആഡ് IS. നമുക്ക് ചുമ്മാ അങ്ങ് IS ചേർത്ത് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ Y എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. Y റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ അതിന് പകരം IS ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, എന്നാലൊരു വവലിലാണ് ഇത് എൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ജസ്റ്റ് ആഡ് Y മാറ്റുന്നില്ല, Y മാറ്റാതെ തന്നെ നമ്മൾ ജസ്റ്റ് ആഡ് S. അപ്പോൾ അതെങ്ങനെ വരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കോൺസണൻറ്റ് പ്ലസ് Y വരുന്നു നോക്കാം. അപ്പം റിപ്ലൈ, ഇവിടെ നമുക്ക് Y ലെറ്റർ ഉണ്ട്, എന്നാൽ അതിന് മുമ്പിലായിട്ട് വരുന്നത് ഒരു കോൺസണൻറ്റ് ലെറ്റർ എല്ലാണ് അല്ലേ. വൈക്ക് മുമ്പ് വരുന്നത് എല്ലാണ്. സോ നമുക്ക് ഇതെന്തായിരിക്കും? ഇതിൻ്റെ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ നമുക്കിതിനെ എന്ത് ചെയ്യണം? Y കളയുന്നു, Y കളഞ്ഞിട്ട് IS, റിപ്ലൈസ്. ഓക്കെ, നമുക്ക് വേറൊരു വെർബ് നോക്കാം. ഡിനൈ ഓർ ക്രൈ. ഇതിലൊക്കെ തന്നെ എന്താണ്? വൈക്ക് മുമ്പ് ഒരു കോൺസണൻറ്റ് ലെറ്ററാണ്. ഇവിടെ വന്നിരുന്നത് എന്നും ഏതാണ്? ആറുമാണ്. ഓക്കെ, സോ നമുക്ക് ഇതിന് രണ്ടിനും Y മാറിയിട്ട് Y നമ്മൾ കളയുന്നു, ചേർക്കേണ്ടത് IS. ഓക്കെ, ക്രൈയിലും അതുപോലെ തന്നെ. Y വേണ്ട, ക്രൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ റൂള്. കോൺസണൻറ്റ് ലെറ്ററിന് ശേഷമാണ് Y വരുന്നതെങ്കിൽ നമ്മൾ Y മാറ്റിയിട്ട് IS ചേർത്ത് കൊടുത്താൽ സബ്ജക്റ്റ് സിംഗുലർ ആയിരിക്കും. അപ്പോൾ ഷീ റിപ്ലൈസ്, ഹീ ഡിനൈസ്, ദ ബേബി ക്രൈസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ
ഈ വൈയിൽ എൻഡ് ചെയ്യുന്ന രണ്ടാമത്തെ റൂൾ അനുസരിച്ച്, അതായത് വെവൽസിൽ ആണ് വൈക്ക് മുമ്പ് വെവലാണ് വരുന്നതെങ്കിൽ നമുക്ക് ജസ്റ്റ് എസ് തന്നെ ചേർത്ത് കൊടുക്കാം അല്ലേ. ഷീ എൻജോയ്സ് ദ മൂവി, ഓക്കെ, ഓർ ഹീ പ്ലേസ് ക്രിക്കറ്റ്, ഓർ ഹീ ഒബേസ് ദ റൂൾ. ഉണ്ടോ, സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ വെർബ് സിംഗുലർ ആണ്. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഫോം. ഓക്കെ, അപ്പോൾ നമുക്ക് വൈയിൽ എൻഡ് ചെയ്യുമ്പോഴത്തേക്ക് 2 റൂളുകളാണുള്ളത്. വൈ എൻഡ് ചെയ്യുന്നെങ്കിലും അതിന് മുമ്പ് ഒരു കോൺസണൻ്റ് ലെറ്റർ ആണെങ്കിൽ നമ്മൾ വൈ മാറ്റിയിട്ട് റിമൂവ് വൈ ആൻഡ് ആഡ് IES. ഓക്കെ, ഇനി വെവലിന് മുമ്പ്, ഐ മീൻ വൈക്ക് മുമ്പ് ഒരു വെവലാണ് വരുന്നതെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എസ് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ റൂള് പ്രകാരമുള്ള വെർബ്സാണ് ഇതിനകത്ത്. അതായത് മോസ്റ്റ് ഓഫ് ദ വെർബ്സ് ടേക്ക് ആൻഡ് എസ് വിത്ത് ദം ടു ഫോം ദെയർ സിംഗുലർ ഫോംസ്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ വെർബ് സിംഗുലർ ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സബ്ജക്ട്സ് എല്ലാം സിംഗുലർ ആണ്. അപ്പോൾ ഷീ, പീറ്റർ, മരിയ, ഹി. അപ്പോൾ ഇതിൽ നമ്മൾ 2 നമ്മൾ നൗൺസ്, പീറ്റർ, മരിയ എന്നുള്ള നൗൺസും മറ്റത് 2 പ്രൊനൗൺസുമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒന്ന് റിലേറ്റഡ് ടു ഫെമിനിൻ ജെൻഡർ, ഒന്ന് മെയിൽ ജെൻഡർ അല്ലേ. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇതിലുള്ള വെർബ് നോയാണ്. അതായത് മോസ്റ്റ് ഓഫ് ദ വെർബ്സ് യെസ് എന്നുള്ളൊരു കാറ്റഗറി. അപ്പോൾ ഷീ സബ്ജക്റ്റ് സിംഗുലർ ആണ്. വെർബിനെ സിംഗുലർ ആക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സോ നോ എന്ന് പറയുന്ന വെർബിനോടൊപ്പം നമ്മൾ യെസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഷീ നോസ്. ഓക്കെ, ഷീ നോസ് ഓൾ ദി ആൻസേഴ്സ് ടു ദ quiz. Then Peter dash his pet dog loves. Okay, Maria dash had to achieve her goals, works. So ഇത് തന്നെയായിരിക്കും ഏതൊരു സബ്ജക്റ്റ് വെർബിൻ്റെ ബേസിക്. സബ്ജക്റ്റ് സിംഗുലർ ആണോ ഈ പറഞ്ഞ വെർബ് റൂൾസ് അനുസരിച്ച് വന്നാൽ ജസ്റ്റ് ആഡ് യെസ്. സോ ഹീ ഡാഷ് ടു ഹിസ് ഫ്രണ്ട് ഓൺ ദ ഫോൺ. സോ ഹീ ടോക്സ്, ജസ്റ്റ് ആഡ് യെസ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സബ്ജക്റ്റ് വെർബ് കോൺകോഡിൻ്റെ വെരി ബേസിക് റൂളാണ്. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പം വെർബ് സിംഗുലർ ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വെർബിനെ സിംഗുലർ ആക്കുന്നത്? അതിൽ വരുന്ന ഫസ്റ്റ് റൂൾ മോസ്റ്റ് ഓഫ് ദ വെർബ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് യെസ് അല്ലേ, അതാണ് ഇത് ചെയ്തത്. ഇനി നമുക്ക് സെക്കൻഡ് ആൻഡ് തേർഡ് റൂൾസിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കാം. ഓക്കെ, ഇത് നമ്മൾ സെക്കൻഡ് റൂൾ പറഞ്ഞതനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നോക്കൂ, എല്ലാ വെർബ്സും തന്നെ CH, SH, ഓർ SS, X, Z, ഓർ O ഇതിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ CH, SH, SS, X ഇങ്ങനെയുള്ളതെല്ലാം ആഡ് വെർബ്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സിംഗുലർ ആക്കണമെങ്കിൽ നമ്മൾ ES ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാമല്ലോ. ഷീ ഡാഷ് TV ആഫ്റ്റർ ഡിന്നർ. വാച്ച് ഇത് വിളിക്കണം വാച്ചസ്. ഓക്കെ, അപ്പോൾ ES ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ സാം ഡാഷ് ഫോർ എ ബ്രൈറ്റർ ഫ്യൂച്ചർ. വിഷസ്. Yes add ചെയ്തു. ഓക്കെ, ദ സ്റ്റുഡൻറ്റ് ഡാഷ് ദി ആൻസർ ഗസ്. സബ്ജക്റ്റ് സിംഗുലർ ആണ് ഇതിലെല്ലാം തന്നെ. സോ ഗസസ്. ഓക്കെ, ദെൻ രാജു ഡാഷ് ദ ബ്രോക്കൺ ക്ലോക്ക്. ഫിക്സ്. രാജു സിംഗുലർ ആണ്, സോ ഫിക്സസ്. ദെൻ ദ ടീച്ചർ ഡാഷ് ദ സ്റ്റുഡൻറ്റ്സ് എവറി ഫ്രൈഡേ ക്വിസ്. ഇതിൽ നമ്മൾ ക്യൂസ് എഴുതുമ്പോൾ ഇത് ഡബിൾ ആവും, എന്നിട്ടാണ് യൂസ് ചേർക്കുന്നത്. ക്യൂസസ്. ദെൻ ഹിസ് വോയിസ് ഡാഷ് ഇൻ ദി എംപ്റ്റി ഹോൾ. എക്കോ. എക്കോയുടെ കൂടെ നമ്മൾ യെസ്. ഓക്കെ, ഇതാണ് സെക്കൻഡ് റൂൾ അനുസരിച്ചിട്ടുള്ള നമ്മൾ ചെയ്യേണ്ടത്. എല്ലാ വെർബ്സിൻ്റെയും കൂടെ ഇങ്ങനെ എൻഡ് ചെയ്യുന്ന എല്ലാ വെർബ്സിൻ്റെയും കൂടെ ES ചേർത്ത് കൊടുത്താൽ നമ്മുടെ ആൻസർ, സബ്ജക്റ്റ് സിംഗുലർ ആയിരിക്കുമ്പോൾ ES ചേർത്ത് കൊടുത്താൽ നമ്മുടെ ആൻസർ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത റൂളിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ റൂളാണ് വെർബ്സ് എൻഡിങ് ഇൻ വൈ. അതിൽ തന്നെ നമുക്ക് 2 റൂൾ നമ്മൾ പറയുന്നുണ്ട്. വൈക്ക് മുമ്പ് ഒരു കോൺസണൻ്റ് ലെറ്റർ ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വൈ റിമൂവ് ചെയ്തിട്ട് IES കൊടുക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ക്രൈ
ഈ ക്രൈയിൽ ഒരു കോൺസണൻ്റ് ലെറ്റർ ആറാണ്. സ്പൈ അതിലും കോൺസണൻ്റ് ലെറ്റർ പി ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും, വൈ റിമൂവ് ചെയ്തിട്ട് ഐ എസ് ചേർത്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എമ്മ സബ്ജക്റ്റ് സിംഗുലറാണ്. സോ ക്രൈസ്, എമ്മ ക്രൈസ്. ദെൻ ദ ഡിറ്റക്റ്റീവ് ഡാഷ് ഓൺ ദ സസ്പെക്ട്, സ്പൈ. അപ്പോൾ നമ്മൾ വൈ റിമൂവ് ചെയ്തു, സ്പൈസ്. ഇനി നമ്മുടെ വൈയിൽ എൻഡ് ചെയ്യുന്ന വെർബ്സിൻ്റെ മറ്റൊരു റൂള്, വൈക്ക് മുമ്പൊരു വവൽ ലെറ്റർ ആണെങ്കിൽ രണ്ടിലും എ ആണ്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി, എസ് ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, സോ ഷീ പ്ലേസ് ദ ഗിറ്റാർ ബ്യൂട്ടിഫുള്ളി. ദെൻ ഹീ സ്റ്റേസ് അപ്പ്. ഇവിടെ നമ്മൾ വൈ റിമൂവ് ചെയ്യുന്നില്ല, ജസ്റ്റ് ആഡ് യെസ്. ഹീ സ്റ്റേസ് അപ്പ് ലേറ്റ് എവറി നൈറ്റ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ലെസൺ ആണ്. നമുക്ക് സബ്ജക്റ്റ് വെർബ് കോൺകോർഡിൻ്റെ ബേസിക്, അതായത് 10th CBSEക്കും ICSE 7th 8th ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണിത്. ഇത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ്, ഈ ടൈപ്പിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വളരെ ബേസിക്കാണ്. ഇനി സബ്ജക്റ്റ് വെർബ് കോൺകോർഡ് കുറേയധികം റൂൾസ് ഉണ്ട്. അതിലെല്ലാം തന്നെ നോക്കുന്നത് സബ്ജക്റ്റ് എങ്ങനെ, സബ്ജക്റ്റ് സിംഗുലർ ഓർ പ്ലൂറൽ, അതിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ ബേസിക് ഇതാണ്. ഓക്കെ, അപ്പോൾ ആ റൂൾസ് എല്ലാം നമ്മൾ പിന്നീടുള്ള ക്ലാസ്സുകൾ നോക്കുന്നതാണ്. സോ ഇത് നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്കായിട്ട് 4 ക്വസ്റ്റ്യൻസ് ഇതിൽ ഇപ്പോൾ എഴുതിയിടുന്നുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് വെർബ് കോൺകോർഡിൻ്റെ ഈ ലെസൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഇവിടെ നമുക്കൊരു 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ള റൂൾ അനുസരിച്ചിട്ടുള്ള വെർബ്സ് തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പം ഫസ്റ്റിനകത്ത് ജാസ്, സെക്കൻഡ് റിലാക്സ്, സ്പീക്ക്, ഇതെല്ലാം തന്നെ ഏത് കാറ്റഗറി, നമ്മൾ 3 എണ്ണം പറഞ്ഞിട്ടുണ്ട്, 3 റൂൾസാണ്. സോ അതിനകത്ത് വരുന്ന ഏത് കാറ്റഗറി അനുസരിച്ച് അത് ഏത് വെർബ് നോക്കിയിട്ട് എസ്, ഇ എസ് അല്ലെങ്കിൽ ഐ എസ് അല്ലെങ്കിൽ ജസ്റ്റ് എസ് ഓക്കെ ചേർത്ത് ആൻസർ ചെയ്ത് നോക്കൂ. ഇതെല്ലാം തന്നെ കമൻറ്റ് ചെയ്യും. ഓക്കെ, സീ ഇൻ ദ നെക്സ്റ്റ് ലെസൺ. ബൈ.